ശ്രീ ജോൺ ബ്രിട്ടാസ്, ഭീകരപ്രവർത്തനത്തിന് തണലേകുന്ന പാകിസ്ഥാനെതിരെ ലോകത്തെ രാജ്യങ്ങളുടെ പിന്തുണ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്നത്. അങ്ങനെ ഒരു പ്രതിനിധി സംഘത്തെ അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ, കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല, ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതിനു മുൻപ് 2 വട്ടം 94-ലും 2008-ലും ഇതുപോലെ ദൗത്യ സംഘങ്ങളെ ഇന്ത്യ നിയോഗിച്ചിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഘത്തെ തീരുമാനിക്കുമ്പോൾ അത് അതത് കക്ഷികളെ അവരുമായി കൺസൾട്ട് ചെയ്ത് അവർ നൽകുന്ന പേരുകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായം ശ്രീ ജോൺ ബ്രിട്ടാസ് MP താങ്കൾക്കുണ്ടോ? ഈ ഒരു ദൗത്യ സംഘത്തിൻ്റെ ഉത്തരവാദിത്വവും ഇടപെടലും ഏത് സ്വഭാവത്തിലായിരിക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമാകാനുള്ള തീരുമാനം താങ്കൾ എടുത്തു കഴിഞ്ഞു? യഥാർത്ഥത്തിൽ ഒരു പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയുള്ള നമ്മുടെ രാജ്യത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇതുപോലുള്ള സംഘത്തിലെ അംഗങ്ങളെ തീരുമാനിക്കുന്നതായിരുന്നു കുറേയും കൂടി അഭികാമ്യമെന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പാർലമെൻ്ററി അഫയേഴ്സ് മന്ത്രി അവർ തീരുമാനിച്ച അംഗങ്ങളെ നേരിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്തത്. ഇപ്പം ഞാനിപ്പം ഇവിടെ പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല, എന്നെ അവർ നേരിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്തത്, കിരൺ റിജ്ജു. പക്ഷേ ഞാനത് എൻ്റെ പാർട്ടിയോട് ചർച്ച ചെയ്തു, പാർട്ടിയുടെ അനുമതിയോട് കൂടിയിട്ട് എൻ്റെ സന്നദ്ധത അറിയിച്ചു. അപ്പോൾ ഞാനിതേക്കുറിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്. അതായത് അവർ വിവിധ പാർട്ടികളെ പരിഗണിച്ചുകൊണ്ട് തന്നെ, എന്നാൽ ഈ സംഘത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ മുൻനിർത്തിക്കൊണ്ട് ഈ സംഘത്തിൻ്റെ ഭാഗമാക്കാകേണ്ട ആൾക്കാരുടെ ഒരു പട്ടിക അവർ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ നീതിപൂർവമായിട്ടാണ് അവർ ചെയ്തത്. അതിൽ ഒരുപക്ഷെ വിവിധ പ്രാതിനിധ്യം വേണം, ഡൊമെയിൻ എക്സ്പെർട്ടൈസ് വേണം, ആർട്ടിക്കുലേഷൻ വേണം, പിന്നെ ചില മുഖങ്ങൾ വേണം, ഇപ്പം മുസ്ലിം ഫേസസ് വേണം, വനിതകൾ വേണം. ഇതൊക്കെ കൊണ്ട് ഒരു തീരുമാനം അവരെടുത്തു എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇത്തരം സംഘങ്ങളെ തീരുമാനിക്കുന്നതായിരുന്നു കുറച്ചും കൂടി അഭികാമ്യം. ഇങ്ങനെ പറയുമ്പോൾ പോലും ശശി തരൂർ ആ സംഘത്തിൽ വേണ്ടതില്ല എന്ന രീതിയിലുള്ള ഒരു സൂചന പുറത്തേക്ക് വരുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ഉചിതമല്ല എന്നെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ, പക്ഷേ ഇതൊരു ദേശീയ വിഷയമായി ഉരുത്തിരിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ശശി തരൂരിനെ പോലെ ലോകമറിയുന്ന ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റായിട്ടുള്ള ഒരാൾ, മാത്രമല്ല ഡൊമെയിൻ എക്സ്പെർട്ടൈസ്, ഈ മേഖലയെക്കുറിച്ച് പ്രാഗൽഭ്യവും പ്രാവീണ്യമുള്ള ഒരാൾ ഈ സംഘത്തിൻ്റെ ഭാഗമായി പോകുന്നതാണ് അഭികാമ്യമെന്നാണെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. എന്താ കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, അതിലൊരു രാഷ്ട്രീയമൊന്നുമില്ല. മാത്രമല്ല കോൺഗ്രസിൻ്റെ നിലപാട് എന്താണെന്നുള്ള കാര്യം എനിക്കും വ്യക്തതയില്ല. എന്താ കാരണം വെച്ചാൽ ഞാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ട്വീറ്റ് കണ്ടപ്പോൾ അതിൽ കൃത്യമായിട്ട് ശശി തരൂർ വിൽ പ്രസൻറ്റ് ഇന്ത്യാസ് കേസ് അറ്റ് ഗ്ലോബൽ ലെവൽ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതിനെ ശ്ലാഘിക്കുന്ന രീതിയിലുള്ളൊരു ട്വീറ്റാണ്. പക്ഷേ കേരളം വിട്ടിട്ടുള്ളൊരു കോൺഗ്രസിൻ്റെ ഭാഷ മറിച്ചൊരു ഭാഷയാണ്. ഇതിനപ്പുറത്ത് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നില്ല. പക്ഷേ ഐക്യരാഷ്ട്രസഭയിൽ സ്വാഭാവികമായിട്ടും വളരെ പ്രധാനപ്പെട്ട ഉന്നത തസ്തികയൊക്കെ കൈയാളിയ ഒരു അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന തരൂര്, അത് മാത്രമല്ല ഞാനും അദ്ദേഹവും വിദേശകാര്യ വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. അപ്പം ഒരു 30ഓളം MP-മാരെ നയിക്കുന്ന ഒരു പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവി കൈയാളുന്ന ഒരാൾക്ക് 7 സംഘങ്ങളായി തിരിഞ്ഞ് MP-മാർ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അതിലെ ഒരു സംഘത്തിൻ്റെ നേതൃപദവി അലങ്കരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് എൻ്റെ പാർട്ടിയുടെ അഭിപ്രായമൊന്നുമല്ല, ഇത് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലുള്ള ഇടപെടലായിട്ട് ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അവരെന്നോട് ക്ഷമിക്കണം. അത്തരത്തിലുള്ള ഒരു ഇടപെടലിന് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട്, ഞങ്ങൾ സഹപ്രവർത്തകരായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യവും പ്രാഗൽഭ്യവും ഇതുപോലുള്ള വലിയ വിസ്തൃതമായിട്ടുള്ളൊരു ഡിപ്ലോമാറ്റിക് എക്സസൈസിലേക്ക് നമ്മുടെ രാജ്യം പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഗുണകരമാണെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ അഭിപ്രായങ്ങൾ പറയുന്നത്.
അല്ല, ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇപ്പോൾ 94-ൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു, ഈ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന AB വാജ്പേയിയും ജമ്മു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ളയെയും സൽമാൻ ഖുർഷിദിനെയും ഒക്കെ ചേർത്ത് ഒരു ദൗത്യ സംഘത്തെ യുണൈറ്റഡ് നേഷൻസിന്റെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്ക് അയച്ചു. അന്ന് പാകിസ്ഥാൻ കൊണ്ടുവന്ന ഒരു പ്രമേയത്തെ തോൽപ്പിക്കുക എന്നതായിരുന്നു അവരുടെ മുന്നിലുള്ള ദൗത്യം. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ 2008-ലും ഒരു പ്രതിനിധി സംഘത്തെ, അത് മുംബൈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അയച്ചു. ഈ സംഘങ്ങളെ തീരുമാനിച്ചതൊക്കെ അന്നത്തെ കേന്ദ്ര സർക്കാർ ആയിരുന്നില്ലേ? അന്ന് അതത് രാഷ്ട്രീയ കക്ഷികളുമായുള്ള കൂടിയാലോചനയ്ക്കും അവർ നിർദ്ദേശിച്ച പേരുകളുമായിരുന്നു ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് ഈ കേന്ദ്രത്തിന് ബോധ്യപ്പെടുന്ന, അതായത് ഈ ദൗത്യത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി അത് നടപ്പാക്കാൻ പ്രാപ്തിയുള്ളവരെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്ന വ്യക്തികളെ ആയിരിക്കുമല്ലോ അതിന്റെ നേതൃപദവിയിലേക്കും ആ സംഘത്തിലേക്കും ഒക്കെ കൊണ്ടുവരിക? അങ്ങനെ ഈ പോകുന്ന 7 സംഘങ്ങളിൽ ഒരു സംഘത്തിന്റെ നേതൃപദവിയിലേക്ക് ശശി തരൂർ വരണം എന്ന് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുമ്പോൾ ആ ദൗത്യം പൂർത്തിയാക്കാൻ പ്രാപ്തിയുള്ളയാൾ എന്നൊരു മാനദണ്ഡം അവർ നിശ്ചയിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ പിന്നെ രാഷ്ട്രീയ കക്ഷികളുമായി കൂടിയാലോചിക്കുന്നതായിരുന്നു അഭികാമ്യം എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടായതിന് പിന്നിൽ എന്ത് ന്യായമാണ്, അല്ലെങ്കിൽ എന്ത് യുക്തിയാണുള്ളത്? അല്ല, അതിൻ്റെ യുക്തി എന്ന് വെച്ചാൽ ഈ ശശി തരൂരിൻ്റെ പേര് തന്നെ, അല്ലെങ്കിൽ ആ 4 പേര്, അതായത് സൽമാൻ ഖുർഷിദ്, അദ്ദേഹം മുൻ വിദേശകാര്യ മന്ത്രിയാണ്. മനീഷ് തിവാരി മുൻ കേന്ദ്രമന്ത്രിയാണ്. അതുപോലെ അമർ സിംഗ് എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ MP ആണ്. അദ്ദേഹം ഓൾ ഇന്ത്യ സിവിൽ സർവീസിലുണ്ടായിരുന്ന ആളാണ്. ഈ 4 പേരെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഈ 4 പേരെ നിങ്ങൾ വിട്ടുതരണമെന്ന് ആദ്യമേ തന്നെ പാർട്ടിയോട് വേണേൽ പറയാമായിരുന്നു. പിന്നെ ഒരു തരത്തിലും 2008-ലെയോ അതല്ലെങ്കിൽ AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്തെയോ ഉള്ള ഒരു രാഷ്ട്രീയമല്ല ഇന്നത്തെ രാഷ്ട്രീയം. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. അതായത് ഞങ്ങൾ അതിശക്തമായിട്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ജനാധിപത്യ രാജ്യം പോലുമല്ലാത്ത പാകിസ്ഥാനിൽ പാർലമെൻറ്റ് സമ്മേളിച്ച് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. കാശ്മീർ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കുന്നു എന്നുള്ള തോന്നൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ അവരുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ആൾക്കാർ വിശദമായിട്ടുള്ള പ്രതിപാദനങ്ങൾ നടത്തുന്നു. ഇന്ത്യക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ള രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നു. ഒരു ഏകമാനമായിട്ടുള്ള ഒരു പ്രതിപാദനത്തിനപ്പുറത്ത്, അതായത് യൂണിലാറ്ററലായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുടെ അഡ്രസ്സിന് അപ്പുറത്ത് ചോദ്യങ്ങൾ ചോദിക്കാനും അർത്ഥവത്തായിട്ടുള്ള ആശയവിനിമയത്തിനുള്ള ഒരു വേദി ഒരുങ്ങണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ അതിനോട് കേന്ദ്ര സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുന്നു. 2 സുപ്രധാന സർവകക്ഷി യോഗം, ഒന്ന് പഹൽഗാമിന് ശേഷം, 2 ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തുടങ്ങിയ ശേഷം, ഈ 2 കാര്യത്തിലും 2 യോഗങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സംശയത്തിൻ്റെ ഒരു കനത്ത പാളി പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഇടയിൽ ഉയർന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതായത് പ്രതിപക്ഷ കക്ഷികളെ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളെ വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു ചുവടുവെപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അഭികാമ്യമായിരുന്നു. മുമ്പ് ഈ പറഞ്ഞ അടൽ ബിഹാരി വാജ്പേയിയും നരസിംഹറാവും തമ്മിലുള്ള രസതന്ത്രം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവർ തമ്മിലുള്ളൊരു പുസ്തക പ്രകാശന ചടങ്ങിൽ റാവുവും വാജ്പേയിയും ആലിംഗനം ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലൊരു ആലിംഗനം നടന്നിട്ടുണ്ട്. അത് പാർലമെൻറ്റിൽ മറ്റേ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി അപ്പുറത്തേക്ക് പോയിട്ട് നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്തിട്ടുള്ള ഒരു കാരിക്കേച്ചറുണ്ട്. പക്ഷേ ആ ഒരു ആലിംഗനത്തിനപ്പുറത്ത് നൈസർഗികമായി സ്വാഭാവികമായി സൗഹൃദത്തിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഈ നേതാക്കളൊക്കെ തന്നെ പെരുമാറിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന KVS ഹരിദാസിന് ഞാൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവും. അടൽ ബിഹാരി വാജ്പേയിയുടെയും LK അദ്വാനിയുടെയൊക്കെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷയും ചിന്താഗതികളൊക്കെ നന്നായി മനസ്സിലാക്കുന്ന ആളാണ് എൻ്റെ സ്നേഹിതനായിട്ടുള്ള KVS. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ സാംശീകരിക്കുമ്പോൾ ഒരുപാട് അപകടമുണ്ട്. സംശയത്തിൻ്റെ മുനകൾ അല്ലെങ്കിൽ നാരുകൾ എഴുന്നേൽക്കുന്ന ഒരു രാഷ്ട്രീയ പന്താവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അബണ്ടൻറ്റ് കോഷന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാമായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസും കുറച്ചുകൂടെ പക്വതയോടെ പെരുമാറായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 4 വ്യക്തികൾക്ക്, ശശി തരൂരിനും സൽമാൻ ഖുർഷിദിനും മനീഷ് തിവാരിക്കും അമർ സിംഗിനും എന്താണ് കുറവ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ കോൺഗ്രസ് വെട്ടിലാകില്ലേ? ശശി തരൂരിന് എന്താണ് കുറവ്?
പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, MEA സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദേശകാര്യ വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹവും ഞാനും ആ കമ്മിറ്റിയിലുള്ളതാണ്. അത് വളരെ സ്തുത്യർഹമായ രീതിയിൽ അദ്ദേഹം ആ കമ്മിറ്റി നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ MEA സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക്, ഇത്രത്തോളം ഡൊമെയിൻ എക്സ്പേർട്ടുള്ള ആൾക്ക്, ഈ മേഖലയെക്കുറിച്ച് ഇത്രത്തോളം പ്രാവീണ്യമുള്ള ആൾക്ക് ഐക്യരാഷ്ട്രസഭയെ പ്രവർത്തിച്ച ഒരാൾക്ക് ഒരു അമേരിക്കയിലേക്ക് ഒരു സംഘത്തെ നയിച്ചു കൊണ്ട് പോകുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മ ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ലീഡർഷിപ്പിന് അതിന് തൃപ്തികരമായിട്ട് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പക്വതയോട് കൂടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കണം. അപ്പം ഞങ്ങളുടെ പാർട്ടി ഞാൻ പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഞങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് വിയോജിപ്പിൻ്റെ ഒരുപാട് തലങ്ങളുണ്ട്. ആ വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച പല ആവശ്യങ്ങളോടും പുറത്തിരിഞ്ഞു നിൽക്കുകയാണ്. എങ്കിൽ പോലും ഒരു ലാർജറായിട്ടുള്ള ഒരു നാഷണൽ കോസിന് വേണ്ടി ഞങ്ങൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്നെയാണ് യഥാർത്ഥത്തിൽ കിരൺ റിജിജു വിളിച്ചത്. പക്ഷേ എൻ്റെ പാർട്ടി അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറ്റിയിട്ടേ ഇല്ല. ജോൺ ബ്രിട്ടാസ്, ഞാൻ രാജ്യസഭയിലെ ലീഡർ കൂടി എന്ന രീതിയിലായിരിക്കും അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതൊരു വിഷയമായിട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടി കുറച്ചുകൂടി പക്വതയോടെ പെരുമാറായിരുന്നു. മറ്റൊരു കാര്യം ഗോപികൃഷ്ണൻ, അതായത് ഇന്ത്യ അലയൻസ്, യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയം വരുമ്പോൾ കോൺഗ്രസ് വേണമെങ്കിൽ എന്തുകൊണ്ട് എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും കൂടി ഒരുമിച്ച് വിശ്വാസത്തിലെടുത്തുകൂടായിരുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആകെ ഒരൊറ്റ പ്രാവശ്യമാണ് ഇന്ത്യ അലയൻസിലെ പാർലമെൻറ്റ് നേതാക്കൾ യോഗം ചേർന്നത്. എന്തുകൊണ്ട് ഇതുപോലുള്ള സുപ്രധാന വിഷയങ്ങൾ, പഹൽഗാം വന്നു, ഓപ്പറേഷൻ സിന്ദൂർ വന്നു, ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെയൊക്കെ ക്രോഡീകരിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യ അലയൻസിന് പ്രതിപക്ഷ നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുവന്നുകൂടായിരുന്നോ? ആ ഒരു യോഗത്തിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൂടായിരുന്നു? അപ്പം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ആവശ്യം, അതായത് തങ്ങൾ ഉദ്ദേശിക്കുന്ന 4 പേരെ അയക്കണമെന്നുള്ള രീതിയിലുള്ള ആവശ്യത്തോട് ഞാൻ നോ പറയില്ല. എന്താ വെച്ചാൽ ആ പാർട്ടിയുടെ ഒരു ആഭ്യന്തര കാര്യമാണ്, അവരുടെ റൈറ്റാണ്, അവരത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് തന്നെയാണ് ഞാൻ